കുംഭമേള പരാജയമാണ് എന്ന് അവകാശപ്പെട്ടവർക്ക് മുന്നിൽ കുംഭമേള കഴിഞ്ഞ ദിവസം ഗംഭീരമായി പര്യവസാനിച്ചു. ഇനി വരാൻ പോകുന്നത് 2028 മഹാകുംഭമേളയാണ്. കുംഭമേളയുടെ അപൂർവ അനുഭവം പങ്കുവച്ച് രണ്ട് തീർത്ഥാടകരുടെ വാക്കുകളിലേക്ക് പോകാം. തിരുനാവായയിലെ മഹാസംഗമം അവസാനിക്കാൻ പോവുകയാണ്. 15 ദിവസത്തോളം ആകുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും പല വിവാദങ്ങളുടെയും വിമർശനങ്ങളുടെയൊക്കെ ഒടുവിൽ ഇത്രയും വലിയ ജനസാഗരം കാണുമ്പോൾ ആദ്യം തന്നെ വളരെ വലിയ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. മാത്രമല്ല, എന്നെ സംബന്ധിച്ച് 2 വർഷക്കാലം വാരണാസിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ സ്ഥിരം ഗംഗാരതിയൊക്കെ കണ്ട് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിളാരതി വന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ കുംഭമേളയിലും പങ്കെടുത്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും നമ്മുടെ ഇത്ര അടുത്ത് വന്നപ്പോൾ കാണണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെയാണ് വരുന്നത്. നാളെ തീരെയാണ്. അപ്പം ഏറ്റവും എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോൾ നിളാരതി തുടങ്ങുകയാണ്. അപ്പോൾ എവിടെ നിന്ന് കാണുമെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ. ഇത്രയൊക്കെ അവിടെ വാരണാസി വന്നാൽ വളരെയധികം മനസ്സിന് വിഷമം ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇതില്ലല്ലോ എന്നുള്ളത്. ഉണ്ട്. അങ്ങനെ ഒരു കൾച്ചറോ അങ്ങനെ ഒരു ഇതല്ലല്ലോ നമ്മുടെ ഇവിടെ. മാത്രമല്ല, ആരതി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഇപ്പൊ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടറിയാൻ പറ്റുന്നതാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീല്, ആ ഒരു ആംബിയൻസ് ഒക്കെ വരുമ്പോൾ അത്രയും. നമ്മുടെ കേരളത്തിൽ MLA മാരൊക്കെ ഉണ്ടല്ലോ, 140 പേരുണ്ട്. അവരാരെങ്കിലും എന്തെങ്കിലും ഇതിനെ അറിഞ്ഞ ഭാവം കാണിച്ചത് കാണുന്നില്ലല്ലോ. ഉള്ളതാണോ? മേജറായിട്ടുള്ള ഒരു മീഡിയാസും ഇതിനെപ്പറ്റി വാർത്ത കൊടുക്കുന്നില്ല. ഇതിനെപ്പറ്റി പുറലോകം അറിയരുതെന്നുള്ളൊരു അജണ്ട വെച്ച് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പം അതൊക്കെ മാറണം. കാരണം എന്നിട്ട് കൂടി ഇത്ര ആൾക്കാർ വന്നതിൽ ഭയങ്കര നമുക്ക് കൗതുകം തോന്നുന്നു. ഒരു മീഡിയാസ് പുറത്ത് വിടാതെയും ഒരു ബൂസ്റ്റിങ്ങോ ഒരു കാര്യങ്ങളോ ഇല്ലാതെയും ഇത്രയൊക്കെ ആൾക്കാർ അറിഞ്ഞു വന്നതിൽ നമ്മുടെ സംസ്കാരം മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഉള്ളത് മനസ്സിലാക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ 2025 കുംഭമേളയിൽ പ്രയാഗ്രാജ് വെച്ച് നടന്ന കുംഭമേളയിൽ നമുക്ക് ഒരുപാട് മലയാളികളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അന്ന് തന്നെ നമുക്ക് മനസ്സിലായതാണ് മലയാളികൾ ഇതിന് നൽകുന്ന ഒരു സ്വീകാര്യതയെ പറ്റി. മാത്രമല്ല, നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ നടന്ന മാമാങ്കം പോലുള്ള നമ്മുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സംസ്കാരം ഇന്നും തുടർന്ന് പോകുന്നു, അല്ലെങ്കിൽ വീണ്ടും ഇവിടെ ഈ മണ്ണിൽ കൊണ്ടുവന്നതിന് ഭയങ്കര ഒരു എൻ്റെ വക ഒരു അഭിനന്ദനം ഞാൻ അറിയിക്കുന്നു. അതുമാത്രമല്ല, സേവാഭാരതി പോലുള്ള സംഘടനകളുടെ കൃത്യമായ ഇടപെടലും കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സഹായ സഹകരണങ്ങളും ഒക്കെ ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരൊക്കെ ഊണും ഉറക്കം ഇല്ലാതാണ് കഷ്ടപ്പെടുന്നത്. അപ്പം അത് മാത്രമല്ല, ഇത്രയും സെക്യൂരിറ്റി, അതുപോലെ തന്നെ അമൃതാനന്ദമയുടെ മെഡിക്കൽ ഫോഴ്സ്, ഇതൊക്കെ ഭയങ്കര. അതുപോലെ നമുക്കറിയാം, ഇത്രയും ജനസാഗരങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ അതൊക്കെ നല്ലതുപോലെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലും ഇങ്ങനെയൊക്കെ പറ്റുമെന്നും ഇതിനെയൊക്കെ വിശ്വസിക്കുന്ന മുറുകെ പിടിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നും കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലുള്ള മേളകളൊക്കെ വരട്ടെ എന്നും നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കട്ടെ എന്നും ആശംസിക്കുന്നു. അതുപോലെ ഇങ്ങനൊരു ഇതിൽ ഇപ്പം ലാസ്റ്റ് വൈകിയ വേളയിലാണെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. എല്ലാവരും തന്നെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന നിള ആരതിയുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ്. അതൊക്കെ കാണുമ്പോൾ എന്തെന്നില്ലാതെ സന്തോഷം തോന്നുന്നു. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മാമാങ്കത്തിന് തുടക്കം മുതൽ തന്നെ ഈ ഒരു കേരള ഗവൺമെൻറ് ഇതിന് എതിരായിട്ടാണ് നിന്നിരുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ നദിക്ക് കുറുകെ ഒരു താൽക്കാലിക പാലം വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് ആദ്യം പെർമിഷൻ കൊടുക്കാതിരിക്കുകയും പിന്നെ അത് ലാസ്റ്റ് ഘട്ടത്തിൽ ഇതൊരു വലിയൊരു മുന്നേറ്റമായി മാറുമെന്ന് ഭയന്നതുകൊണ്ട് എന്ത് ചെയ്തു, ലാസ്റ്റ് പെർമിഷൻ കൊടുത്തതും. അതിനുശേഷം പിന്നെ ഓരോ കാര്യത്തിനാൽ പോലും പല കാര്യങ്ങൾക്കും ഇവിടുത്തെ 140 MLA മാരിലും ഏതെങ്കിലും ഒരാൾ പോലും ഇവിടെ കാരണം സ്ഥലം MP ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ET മുഹമ്മദ് ബഷീറാണെന്ന് തോന്നുന്നു ഇവിടുത്തെ MP. അയാൾ അങ്ങനെ ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ നിമിഷം വരെ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മുഖ്യധാര മാധ്യമങ്ങൾ, ജനൻ TV ഒഴികെയുള്ള ഒരു മാധ്യമവും ഈ റിപ്പോർട്ട്, ഈ സംഭവം, ഈ മാമാങ്കം അല്ലെ മഹാമാകം എന്തിരിക്കില്ല, മറച്ചു വെച്ചിട്ടാണല്ലോ ഇപ്പോഴത്തെ കേരള ഗവൺമെന്റ് വന്നതിന് ശേഷം. അതേപോലെ തന്നെ ഇപ്പൊ ഉത്സവങ്ങളിൽ നമ്മുടെ സമീപപ്രദേശത്ത് നിരവധി ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുകയാണ്. ആ ഉത്സവങ്ങളിലെ കാഴ്ചകൾ എന്താണ് ഇപ്പൊ കാണുന്നത്? ഒരു ഭയപ്പാടോടുകൂടിയല്ലേ ഇപ്പൊ അമ്പലത്തിൽ പോകാൻ പറ്റും. വലിയൊരു ഒരു 10,000 50,000 1 ലക്ഷം പിന്നെ മുടക്കിയിട്ട് വലിയൊരു DJ സെറ്റുകളും സംഘടിപ്പിച്ച് ആർമാദിച്ച് തുള്ളുന്നൊരവസ്ഥ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വിഭിന്നമായിട്ട് ആത്മീയതയുടെ, നമ്മുടെ മനസ്സിന് സന്തോഷവും കുളിർമയും യാതൊരുവിധ ദേശീയവും പകയില്ലാതെ എല്ലാവരും ഒരു ഹൈന്ദവ ഒരു സ്നേഹത്തോടു കൂടി ഈ ഒരു സ്വാഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെ സേവാഭാരതി നമ്മൾ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ചപ്പ് ചവറോ അല്ലെങ്കിൽ ഒരു മാലിന്യങ്ങളോ ഒന്നും ഇല്ലാതെ ഓരോ ദിവസവും കർമ്മനിരതമായിട്ടുള്ള എത്രയോ സേവാഭാരതിയുടെ പ്രവർത്തകർ, അങ്ങനെ എല്ലാ രീതിയിലും ഉള്ള സംഘപ്രവർത്തകരുടെ ഒരു ഊണും ഉറക്കവും വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മാമാങ്കം നമുക്കിവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. അതിന് ഭാഗവാക്കാകാൻ സാധിച്ചാൽ ഈ ഒരു എളിയ
ജന്മം കൊണ്ട് അതിന് ഭാഗമാക്കാൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദിയും കടപ്പാടും പറയുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഇത് സംഘടിപ്പിച്ച ആനന്ദവനം സ്വാമിജിയോട് അതേപോലെ തന്നെ മുഴുവൻ സംഘാടകരോടും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്.